നമസ്കാരം. ഒരമ്പലത്തില് ഉത്സവം നടക്കുകയാണ്. അപ്പൊ ഈ ഉത്സവം നടക്കുമ്പോൾ അവിടെ ഗാനമേള വെക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പൊ ഈ ഗാനമേളയിൽ പൊതുവെ എങ്ങനത്തെ പാട്ടുകളാണ് പാടാറുള്ളത്? ഭക്തി ഗാനങ്ങളോ സിനിമാ ഗാനങ്ങളോ ഒക്കെയാണ് പാടാറുള്ളത്. എന്നാൽ അതിനു പകരം പാർട്ടിപരമായിട്ടുള്ള പാട്ടുകളാണ് പാടുന്നതെങ്കിലോ വിപ്ലവ ഗാനങ്ങളാണ് പാടുന്നതെങ്കിലോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരിക്കലും അമ്പലത്തില് പാർട്ടി പരമായിട്ടുള്ള കാര്യങ്ങളോ അത്തരത്തിലുള്ള പാട്ടുകളോ അങ്ങനത്തെ ചിഹ്നങ്ങളോ ഒന്നും വെക്കാൻ പാടില്ലെന്നാണ് പറയാറുള്ളത്. മാത്രമല്ല, രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള വേദികളാക്കാൻ പാടില്ല. ആരാധനാലയങ്ങളിൽ ഒരിക്കലും രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട്, നിയമങ്ങളുണ്ട്, ശക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പൊ അത്തരത്തില് ശക്തമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നിങ്ങൾ എത്ര പേര് ഈ ഒരു വാർത്ത കണ്ടു എന്ന് എനിക്ക് അറിയില്ല. കുറച്ച് മാധ്യമങ്ങൾ മാത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്, ബാക്കിയുള്ളവർ കണ്ടില്ലെന്ന് നടിച്ചു. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പൊ ഏതായാലും ഞാൻ ആ വാർത്തയൊന്ന് കാണിച്ചു തരാം. ക്ഷേത്രത്തിൽ CPM ഗാനം ആലപിച്ചതിൽ പ്രതിഷേധം ശക്തം. കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലാണ് തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി വേദിയിൽ പാർട്ടി ഗാനം ആലപിച്ചത്. പാട്ടിനൊപ്പം സ്ക്രീനിൽ DYFI പതാകകളും CPM ചിഹ്നവും പ്രദർശിപ്പിച്ചിരുന്നു. ഹൈന്ദവ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയവത്കരിക്കുന്നതിന്റെ ഉദാഹരണമാണ് നാം കണ്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ കടക്കൽ ദേവി ക്ഷേത്രത്തിൽ മാർച്ച് 2 മുതൽ 16 വരെ നടക്കുന്ന തിരുവാതിര മഹോത്സവത്തിനിടെയാണ് സംഭവം. 9ാം ഉത്സവ ദിവസം വൈകിട്ടാണ് ക്ഷേത്രത്തിലെ വേദിയിൽ CPM ഗാനങ്ങളുമായി സംഗീത പരിപാടി അവതരിപ്പിച്ചത്. പാട്ടിനൊപ്പം സ്ക്രീനിൽ തെളിഞ്ഞത് പാർട്ടി പതാകയും ചിഹ്നവുമായിരുന്നു. കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവ ഗാനങ്ങൾ പാടിയത് വിവാദമാവുകയാണ്. പുഷ്പനെ അറിയാമോ, നിങ്ങൾക്ക് ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന ഗാനമാണ് ഗായകൻ അലോഷി പാടിയത്. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ പോയി ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ആ സ്റ്റേജാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. അതിനകത്ത് കണ്ടോ, മൊത്തം പാർട്ടിയുടെ സിമ്പലാണ് കാണിച്ചേക്കുന്നത്. പാർട്ടി സിമ്പലും അതിന്റെ പതാകയുടെ സിമ്പലും ഒക്കെയാണ് കാണിച്ചേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികേടാണ്. കുറെ എണ്ണം ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്. അതിനിപ്പോ എന്താണ്, അവിടെ കൂടിയിരുന്ന ഭക്തന്മാർക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. ഇത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. വൃത്തികേടാണ് കാണിച്ചത്. ഇവന്മാർ തന്നെയാണ് പറയുന്നത് ഇവന്മാർക്ക് മതമില്ല, ജാതിയില്ല, വേറെ ഒന്നുമില്ല, ഇവന്മാർക്ക് ദൈവങ്ങളെ കണ്ടുകൂടാ, ക്ഷേത്രങ്ങൾ കണ്ടുകൂടാ, ആരാധനാലയങ്ങൾ ഒന്നും തന്നെ കണ്ടുകൂടാ. അത് മാത്രമല്ല, ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ തന്നെ ഇവർക്ക് ഇച്ചിയാണ്. ഇവർക്കതൊന്നും ഇഷ്ടമല്ല, ഇവർക്കതെല്ലാം നിഷിബ്ധമാണ്. ഇങ്ങനെ പറയുമെങ്കിലും ഇപ്പൊ ഇച്ചീച്ചി ഇല്ലേ? ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ കയറി, ക്ഷേത്രങ്ങളുടെ ഗാനമേളയിൽ കയറി പാർട്ടിപരമായിട്ടുള്ള പാട്ടുകൾ പാടുമ്പോൾ ഇച്ചീച്ചി ഇല്ലേ? അത് ഇവർക്ക് രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള വേദികളാക്കി മാറ്റുകയാണ് ഇപ്പൊ ക്ഷേത്രങ്ങളെ. ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. അമ്പലങ്ങളിൽ എന്തെങ്കിലും ഉത്സവം നടക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കടന്നു ചെല്ലുക, അവിടെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, തടസ്സങ്ങൾ സൃഷ്ടിക്കുക, അവിടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക. അമ്പലങ്ങളുടെ പരിപാടിയിൽ മാത്രമാണ് ഇവർ മിക്കപ്പോഴും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. വേറെ ഒരു സ്ഥലത്ത് ഇവർ കയറി കളിക്കാറില്ല. കാരണം കിട്ടുമെന്നറിയാം, നല്ല പണി കിട്ടുമെന്നറിയാം. ശരിക്കും ഇത് എതിർക്കേണ്ട ഒരു കാര്യമാണ്. റിയാക്ട് ചെയ്യണം. കൃത്യമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടി അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഈ അമ്പലത്തിന്റെ വേദിയിലാണ് പണ്ട് നവകേരള സദസ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചത്. അന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ആയതിനു ശേഷം ഇവർ മാറ്റുകയാണ്. കോടതിയുടെ നിർദ്ദേശമുണ്ട്, ഒരിക്കലും ആരാധനാലയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട്. എന്നിട്ടും ഇവരിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആരെയും പേടിയില്ല. ഇവർ മൊത്തത്തിലൊരു ധാർഷ്ട്യത്തിന്റെ പുറത്താണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എതിർക്കാനോ പ്രതികരിക്കാനോ ഒന്നും ആരുമില്ല. ഇതിനെതിരെയാണ് പ്രതികരിക്കേണ്ടത്. ഇതിനെതിരെയൊക്കെ പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വേറെ പല ക്ഷേത്രങ്ങളിലും ഇവരിങ്ങനെ കയ്യേറി ഇങ്ങനത്തെ പരിപാടി കാണിക്കും. ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരാധന നടത്താനുള്ള സ്ഥലമാണ്.
അവിടെ വിശ്വാസികൾക്ക് പോയി പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. അതിപ്പോൾ ഏത് മതവിശ്വാസികളുടെ ആരാധനാലയമായിക്കോട്ടെ, അവിടെ പോയി പ്രാർത്ഥിക്കാനും പൂജിക്കാനുമുള്ള സ്ഥലമാണ്. അപ്പോൾ പ്രാർത്ഥിക്കാനും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കുമല്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് ആരും പ്രവേശിക്കണ്ട. രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ആരും ചെല്ലണ്ട. അവിടെ പോയി ഈശ്വരനെ പ്രാർത്ഥിച്ച ആൾക്കാർ മടങ്ങി വരട്ടെ. അല്ലാതെ വേറെ ഒരു കാര്യത്തിൻ്റെയും വേദിയാക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാൻ പാടില്ല. അത് ശരിയല്ല. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള മിക്ക ആരാധനാലയങ്ങളിലും ഇത്തരം പരിപാടികൾ ഇവർ ചെയ്യും. ഇവർക്ക് ആരെയും പേടിയില്ല, ഇവരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് തന്നിഷ്ടത്തിന് എന്ത് കാര്യവും ചെയ്യാം എന്നുള്ളൊരു ഭാവമാണ് ഇവർക്ക്. പലയിടത്തും ഇങ്ങനെയാണ്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പൊ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പരിപാടിയിൽ ഇവർ അനാവശ്യമായിട്ട് കയറി ഇടപെടാറുണ്ട്. നോട്ടീസുകളൊക്കെ നൽകും, എന്നിട്ട് അവിടുത്തെ പരിപാടി അലങ്കോലമാക്കാറുണ്ട്. 10 മണിക്ക് മുമ്പ് ഈ പരിപാടിയെല്ലാം നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ അയക്കും. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ്. ഒരു കുട്ടി വയലിൻ വായിക്കുകയാണ്. അമ്പലത്തിലെ പരിപാടിയാണ്, പരിപാടിയുടെ ഇടയിൽ വയലിൻ വായിക്കുകയാണ്. വേറെ മോശമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. 10-12 വയസ്സ് മാത്രമേ ആ കുട്ടിക്ക് പ്രായമുള്ളൂ. പെൺകുട്ടിയാണ്, വയലിൻ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെ വയലിൻ വായിച്ച് കംപ്ലീറ്റ് ആക്കാൻ പോലും സമ്മതിക്കുന്നതിന് മുമ്പ് ഈ പരിപാടി നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അവിടേക്ക് ചെന്നു. എന്നാൽ അറ്റ്ലീസ്റ്റ് ആ പരിപാടി കഴിയട്ടെ, ആ കുട്ടി അത് വായിച്ച് തീരട്ടെ എന്നുപോലും അവർ വിചാരിക്കുന്നില്ല. അപ്പോൾ ഈ പോലീസിനെ പറഞ്ഞു വിടുന്നത് ആരാണ്? അധികാരികളാണ്. അങ്ങനെ ഇവരുടെ തന്നിഷ്ടത്തിനനുസരിച്ച് നടത്താനുള്ള ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ ആരാധനാലയങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ഇത് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതുപോലുള്ള പല സംഭവങ്ങളും ആവർത്തിക്കും.